ഹലോ ഫ്രണ്ട്സ്, നാളെ കോഴിക്കോട്ടെ ശനിയല്ലേ? അപ്പോൾ നമുക്കെല്ലാവർക്കും കോഴിക്കോട്ടെ തയ്യാറാക്കിയാലോ? അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നല്ല അരിപ്പൊടി എടുക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, വെള്ളം ചേർത്ത് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും നാളികേരം, അതുപോലെ ജീരകം, ഏലക്കായ, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് ശർക്കര പാനി ഒന്ന് വറ്റിച്ച് ഒന്ന് സെറ്റാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടിയിൽ ചൂടൊക്കെ ഒന്ന് ആറി ഒന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ ചെറിയ ബൗളാക്കി ഇത്തിരി ബട്ടറോ വെളിച്ചെണ്ണയോ തേച്ച ഒരു പ്ലാസ്റ്റിക് കവറോട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ലേശം ഇട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ തയ്യാറാക്കിയെടുക്കുന്ന മറ്റു 3 പലഹാരങ്ങളും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ അരിപ്പൊടിയും ലേശം അൺസോൾട്ടഡ് ബട്ടറും വെള്ളവും ഒഴിച്ച് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുത്ത ഈ അരിപ്പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് ചിരകിയെടുത്ത് നാളികേരത്തിൽ ലേശം ഉപ്പും ചെറിയ ജീരകവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ കോഴിക്കോട്ട് തയ്യാറാക്കിയെടുക്കാൻ ചെയ്തപോലെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അതിലോട്ട് നാളികേരവും ജീരകവും ലേശം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ഒരു ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുക്കാം. അതിന് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് പകുതി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒന്ന് കൈ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് ഇതുപോലെ സിമ്പിളായിട്ട് എടുത്ത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള അരിപ്പൊടിയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ലേശം കുഴച്ച് വെച്ച അരിമാവിലോട്ട് നമുക്ക് ലേശം ജീരകവും നാളികേരവും ഉപ്പും കൂടിയുള്ള മിക്സ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പീച്ചാമ്പൊടിയും കൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന 3 തരം പലഹാരങ്ങളാണ് ഞങ്ങൾ കോഴിക്കോട് ശനിക്ക് തയ്യാറാക്കിയെടുക്കാറ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലോട്ട് വേണ്ടി എടുത്ത വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലുള്ളവർക്കും വേണ്ടി ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടും വളരെ സിമ്പിളായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.